രാജൻ. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കളുടെ പാർട്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതിശക്തമായി എതിർത്താണ് CPM BJP ഡീൽ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ഡീലിനെ പച്ചയ്ക്ക് നിന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം. നമസ്കാരം കിരണെ. ഒരിക്കലും അങ്ങനെ പച്ചയ്ക്ക് ന്യായീകരിച്ചതല്ല. അന്നും ഞങ്ങൾ പറഞ്ഞു ഇത് നോക്കിയും കണ്ടും ഒപ്പിടണമെന്ന് ആണ് ഞങ്ങളുടെ അന്നത്തെയും തീരുമാനം, ഇന്നത്തെയും തീരുമാനം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രതിപക്ഷം അന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം MOU സൈൻ ചെയ്ത് ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മ, ഒക്ടോബറിൽ ചെയ്ത് അത് ഡിസംബറിൽ അത് പിൻവലിക്കുകയും ചെയ്തു CPIയുടെ ഇതോടെ. എന്തായാലും പ്രതിപക്ഷം ഒപ്പിട്ട് MOU എല്ലാം വായിച്ച് കേട്ടതിന് ശേഷം ഒപ്പിട്ടിട്ട് പിന്നെ ഇപ്പൊ അവർ വന്ന് പറയുന്നു അത് നടപ്പാക്കാൻ പറ്റത്തില്ല, ഇത് നടപ്പാക്കാൻ പറ്റത്തില്ല. പക്ഷെ 1158 കോടി രൂപ നമ്മളുടെ കേരളത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കിട്ടുമ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ പാഠ്യപദ്ധതിയില്ല സ്വയംഭരണ അവകാശം നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ചർച്ചയിലൂടെ അതിനകത്ത് എന്തെങ്കിലും കേന്ദ്രം നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യമുണ്ടെങ്കിൽ നമുക്കൊരു സ്വയംഭരണ അവകാശമുണ്ട് വിദ്യാഭ്യാസത്തിൽ, നമ്മളെ പാഠ്യപുസ്തകത്തിൽ. ബിനോയ്, അതൊന്നുമല്ല നമ്മുടെ വിഷയം. വളരെ സിമ്പിളാണ്. നേരത്തെ തന്നെ ഇരുപക്ഷത്തിനും കൃത്യമായി പഠിക്കുക നിലപാടുണ്ടാവുകയും ചെയ്തിരുന്നു PM ശ്രീ UDF സർക്കാർ വന്നാൽ കീറി അറബിക്കടൽ കരളയും വന്ന് ലീഗിന്റെ നേതാവ് KM ഷാജി തന്നെയാണ് പറഞ്ഞത്. VD സതീശനടക്കമുള്ളവർ ആ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. BJP CPM ഡീൽ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ പദ്ധതിയെ ന്യായീകരിച്ച് നിൽക്കുന്നത്? ഈ പണം കിട്ടാനാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അവരുടെ പാഠ്യപദ്ധതിയോടും മറ്റേതോടൊന്നും ഒരു യോജിപ്പില്ല, നടപ്പാക്കാനല്ലേ ഞങ്ങൾ ഒപ്പിട്ടേക്കുന്നത്, പണം കിട്ടാനാണ്. ഇപ്പോൾ ഇവരും പറയുന്നത് അത് തന്നെയാണ്, പണം കിട്ടാനാണ്. എങ്കിൽ പിന്നെ എന്താണ് വ്യത്യാസം നിങ്ങൾ അവരും തമ്മിൽ? കിരണെ, ആ പദ്ധതിയുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അതെന്താ പറയുക? ഇപ്പൊ നമ്മളെ UDF സർക്കാർ ഇപ്പൊ ഒരു പ്രത്യേക ഒരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ഈ കമ്മിറ്റി ഇപ്പോഴാണോ? കഴിഞ്ഞ ഇത് എത്രയോ കാലമായി, 5-6 മാസം മുമ്പ് വന്ന വിവാദമല്ലേ? അന്ന് UDF ഇതെല്ലാം പഠിച്ചതല്ലേ? അപ്പോൾ ആ UDFന് അറിയില്ല ഇതിന് എങ്ങനെ വേണമെന്ന്. അല്ലാതെ ഇനിയൊരു കമ്മിറ്റിയെ വെച്ച് ഇന്ന് മന്ത്രി പറഞ്ഞ എന്താ, നിയമസഭയിലടക്കം പണം കിട്ടണമെങ്കിൽ ഇത് ഒപ്പിടല്ല, നിർബന്ധിതരായതാണ്, കഴിഞ്ഞ സർക്കാർ നിർബന്ധിതമായതാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അന്ന് എതിർത്ത തെറ്റായി പോയി എന്നെങ്കിലും തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? അല്ല കിരണ, അങ്ങനല്ല കിരണ. പിന്നെ എങ്ങനെയാണ്? അന്ന് ഒരു ആലോചന ഞാൻ പറയട്ടെ, പറയാനനുവദിക്കും. പറഞ്ഞു. ഒരു ആലോചനയും കൂടാതെ സ്വന്തം മുന്നണിയിലുള്ള CPIയെ പോലും അറിയിക്കാതെ, അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, CPM അത് ഒപ്പിട്ട് ഒളിച്ചു വെച്ച് ഒപ്പിട്ട് CPIയെ പോലും മന്ത്രിസഭയിൽ അറിയിക്കാതെ ഒപ്പിട്ടപ്പോ ഇപ്പൊ ഞങ്ങൾ ചെയ്തെന്തുവാ, ഒരു മന്ത്രിസഭ ഉപസമിതിയെ ഇത് പഠിക്കാൻ വേണ്ടി പറയട്ടെ, ഇത് പഠിക്കാൻ വേണ്ടി വെച്ചുണ്ട്. അത് തന്നെയാണ് എന്റെ ചോദ്യം. ഈ വിഷയം പുതിയതായി ഉണ്ടായതല്ലോ. ഈ വിഷയം നേരത്തെ ഉണ്ടായപ്പോൾ തന്നെ UDF പഠിച്ചിട്ടല്ലേ ഒരു നിലപാട് പറഞ്ഞത്? UDF പഠിക്കാതാരോ ആ നിലപാട് പറഞ്ഞത്? അല്ല, ഞങ്ങൾ ഇതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറയുന്നത്, പാഠ്യപദ്ധതിയുടെ സ്വയംഭരണ അവകാശം സംസ്ഥാന പാഠ്യപദ്ധതി, കേന്ദ്രം പറയുന്ന പാഠ്യപദ്ധതി ഇവിടെ പറ്റില്ലെന്ന് കഴിഞ്ഞ സർക്കാരും പറഞ്ഞു, ഈ സർക്കാരും പറയുന്നു. അതിലൊന്നും യാതൊരു സംശയമില്ല. എങ്കിൽ പിന്നെ കഴിഞ്ഞ സർക്കാരിനെ എതിർത്തത് ശരിയായില്ല എന്ന് പറയണ്ടേ? അത് ഡീലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ ഡീൽ ആരോടെങ്കിലും പിൻവലിക്കണ്ടേ? കിരണെ, അതിനെ എതിർത്ത ശരിയല്ലെന്ന് തന്നെ അന്നത്തെ നയമല്ലതാണ്ട് ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ പറയാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് അന്ന് CPMുമായിട്ടുണ്ടാക്കിയ ഡീലല്ല, ആ ഡീലിൽ മാറ്റം വരുന്നു. നമ്മൾക്ക് സ്വയംഭരണാവകാശം നിർത്തിക്കൊണ്ട്, അതായത് ആ ഡീലിൽ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാ, അന്നത്തെയും ഇന്നത്തെയും MOU എടുത്ത് വായിച്ചു നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന എഗ്രിമെന്റ് വായിച്ചു നോക്ക്. അങ്ങനെ പ്രത്യേകിച്ച് പുതിയ എഗ്രിമെന്റ് ഒന്നുമില്ല, ഒറ്റ എഗ്രിമെന്റിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആ എഗ്രിമെന്റിൽ നിന്ന് കേരളം പിൻവാങ്ങാൻ കത്ത് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അത് പിൻവാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ സർക്കാർ ഇതുവരെ പറയുന്നത് ഞങ്ങളും അത് നടപ്പാക്കേണ്ട നിർബന്ധിതമാകുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അന്ന് എതിർത്തത് ശരിയായില്ല എന്നെങ്കിലും പറയണ്ടേ? കിരണ, ഞാനൊന്ന് പറയട്ടെ കിരണേ. എന്താ പറയുന്നത്? പറഞ്ഞു പൂർത്തീകരിച്ചിട്ട്. കിരണേ, അന്നൊരു പഠനം നടത്തില്ല. ഇപ്പൊ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ച് ഇതെന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണ അവകാശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ധാരണയായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ മാത്രമേ. ബിനോയ്, ഇതേ ചോദ്യമല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്? അതുകൊണ്ടല്ലേ ഇടയ്ക്ക് ഇടപെടേണ്ടി വരുന്നത്. നിങ്ങൾ അന്ന് പഠിക്കാതെയാണോ ഇതിനെ എതിർത്തത്? കേട്ടില്ല. അന്ന് അവർ ഒപ്പിട്ടിട്ടല്ലേ ഇത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞല്ലോ. അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിക്കാതെയാണോ അഭിപ്രായം പറഞ്ഞത്? ഒപ്പിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞല്ലോ, അതിനകത്ത് അന്നത്തെ ഇന്നത്തെയും എഗ്രിമെന്റുകളും
ഈ ഒറ്റ എഗ്രിമെന്റേ ഉള്ളൂ ശ്രീ ബിനോയ്. ശരി ബിനോയ്, അല്ല, ഇനി താങ്കൾ എത്ര അല്ല, ന്യായീകരിച്ചാലും ഉപസമിതിയിൽ എഗ്രിമെന്റ് ഒക്കെ ഒന്ന് മാത്രമേ മാറ്റങ്ങളുണ്ട്. ഉള്ളൂ, അല്ലാതെ വേറെ വേറെ കിരണ് എഗ്രിമെന്റിലൊന്നും മാറ്റി വാട്സാപ്പില് ഒപ്പിട്ടിട്ടൊന്നുമില്ല. ഹലോ കിരണ് ഞാൻ ഇപ്പം UDF ഗവൺമെന്റ് ഉപസമിതി പറയുന്ന ഒരുപാട് നോംസുകളുണ്ട്. ശരി ബിനോയ്, ആ നോംസ് ഗവൺമെന്റ് അനുസരിച്ചൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോഴെന്തിനാണ് മുന്നോട്ട് ഉപസമിതി അന്ന് പഠിക്കാതാണ് അഭിപ്രായം പറഞ്ഞെന്നുള്ള എന്റെ ചോദ്യത്തിന് അല്ല, ഇപ്പോഴും ബിനോയ്ക്ക് മറുപടിയില്ല. അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവർ MOU ഒന്നും കാണിച്ചിട്ടില്ല, CPI ശരി കാണിച്ചില്ല. ശരി പിന്നാണ് ബിനോയ്, താങ്കളുടെ പ്രതിപക്ഷത്തെ അഭിപ്രായം കാണിക്കുന്നത്. താങ്കൾ ഇനിയും കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയുക, ഭരണപക്ഷത്താവുമ്പോൾ മറ്റൊന്ന് ചെയ്യുക. കിരൺ സാർ, കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ സ്റ്റേറ്റുകൾക്ക് അവകാശപ്പെട്ടതാണ് സാർ. അതോടൊപ്പം പദ്ധതിയിലെ തുക വാങ്ങട്ടെ സാർ. അതായത് നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യത്തില് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ആ ഫണ്ട് ആവശ്യമാണ് സാർ. അത് മുമ്പ് ഈ വിഷയം സംസാരിച്ചപ്പോഴും ആ ഗവൺമെന്റ് വാങ്ങട്ടെ എന്ന് പറഞ്ഞ ആളാണ് സാർ ഞാൻ. അന്ന് ഞാൻ ഇതേ സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതായത് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങി നമ്മളുടെ കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് ചില നിബന്ധനകൾ ഉണ്ടാവും, ശരിയാണ്. അന്ന് ഞാൻ പറഞ്ഞു, ഇന്നും പറഞ്ഞു, കേന്ദ്ര ഫണ്ട് വാങ്ങണമെന്ന് തന്നെയാണ് സാർ എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം കേന്ദ്ര ഫണ്ട് വാങ്ങണമെന്ന് തന്നെയാണ്. അത്തരം അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. നമുക്ക് അടുത്തത് തങ്കപ്പനാണ്, കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കപ്പൻ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ. ഷിജു കിരിയത്ത് പറയുന്നു, നോ യു ടേൺ ബട്ട് ഇറ്റ്സ് എ ഡബ്ല്യു ടേൺ വിത്ത് ടു മച്ച് ട്വിസ്റ്റ് ആൻഡ് കർവ്സ്. നോബഡി ക്യാൻ ടേക്ക് ഫേം ഡിസിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സംഘപരിവാർ എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. നമസ്കാരമൊക്കെ കുറേ ആളുകൾ പറഞ്ഞിരിക്കുന്നു. പ്രമോദ് നാണു, സുനിൽകുമാർ, കൃഷ്ണൻകുട്ടിയൊക്കെ. ഡോക്ടർ MB മണി പറയുന്നു, ക്ലാസ് മുറിയിലും മൊബൈലിലും പാഠപുസ്തകങ്ങളിലും മാത്രം കുട്ടികളുടെ വിദ്യാഭ്യാസം തളച്ചിടരുത്, സമൂഹത്തിൽ മാന്യം. ഇതുമായിട്ട് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ബാബു രാജൻ കാഞ്ഞിരപ്പുഴ പറയുന്നു, ഒരു അജണ്ട സൃഷ്ടിക്കുകയും അജണ്ടയ്ക്കനുസരിച്ച് കേരളം മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കുകയും ഒരു പ്രത്യേക വികസന വിരുദ്ധർ എല്ലാ കാലത്തും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തുണ്ടാവുമെന്ന് പറയുന്നു. നന്ദകുമാർ P പറയുന്നു, നാടോടുമ്പോൾ നടുവേ ഓടണം, ഇല്ലെങ്കിൽ നമ്മൾ സൈഡിലായിപ്പോവും, രാഷ്ട്രീയം മറന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചുകൂടാ എന്ന് പറയുന്നു. സുനിൽകുമാർ പറയുന്നു, കുട്ടനാടിലെ മൂലം വള്ളംകളിക്ക് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു ഒപ്പിട്ടു എന്ന് വെച്ച് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയൊന്നുമില്ലല്ലോ, മറിച്ച് 10 പൈസ വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് പഠന സൗകര്യം മെച്ചപ്പെടുന്നത് നല്ലതല്ലേ എന്ന് രവികിരൺ ചോദിക്കുന്നു. രവികിരൺ, അങ്ങനെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏത് പദ്ധതിയിലും ഒപ്പിടുക എന്ന് പറയുന്നത് അങ്ങനെ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഒപ്പിടുവാൻ ഒന്നും കഴിയില്ല. അത്തരം കേരളത്തിനെതിരായ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ, കേരളത്തിലെ വിദ്യാഭ്യാസ തകർക്കുന്ന വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് ഒപ്പിടാതിരിക്കുകയും വേണം. അതൊക്കെ ഓരോ സർക്കാരുകൾ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ പൈസ കിട്ടുമെന്ന് കരുതി എന്തിലും ഒപ്പിടാമല്ലോ, അത് മേടിച്ച് നമുക്കത് ഉപയോഗിച്ചുകൂടാ. അല്ലെ പൈസ കിട്ടുമെങ്കിൽ എന്ത് വൃത്തിയോടും കാണിക്കാമല്ലോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം മാത്രമാണത്. അതിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. വേണോ വേണ്ട എന്നൊക്കെ ഒരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. ശിവൻകുട്ടി CR, വെറുതെ കിട്ടിയാൽ ആസിഡും കുടിക്കും, ഇവിടെ ഭരണമില്ല, പകരം വീട്ടൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നു. സുൽകുമാർ പറയുന്നു, തൃശ്ശൂർ ബിഷപ്പ് ഹൗസിന് മുന്നിലെ മാലാഖമാരുടെ ഇന്നത്തെ സമരം ഇവിടുത്തെ ചാനലുകൾ അറിയുന്നില്ല, ഒരു ചാനലൊഴികെ ഇതാണോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നു. കേരളത്തിലെ നഴ്സുമാർ സമരം ചെയ്തതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ എത്രയോ തവണ വാർത്തകൾ നൽകിയിട്ടുണ്ട്, വാർത്താ പരമ്പര തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ന്യൂസ് 18 കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും നൽകിയിട്ടുണ്ട്. അങ്ങനെ ചാനലുകളിൽ ഏതെങ്കിലും ഒരു ദിവസം പർട്ടിക്കുലർ സമരം, എല്ലായിടത്തും നടക്കുന്ന എല്ലാ സമരവും എല്ലാ ദിവസവും എല്ലാ ചാനലുകളും അറിയണം എന്നില്ല. അറിഞ്ഞാലും എല്ലാ ദിവസവും ചിലപ്പോൾ കൊടുക്കാൻ സൗകര്യം ഉണ്ടാകണം എന്നില്ല. അവിടെ റിപ്പോർട്ടർ വേണം, അവിടെ ക്യാമറ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അല്ലാതെ കേരളത്തിലെ നഴ്സുമാരുടെ സമരമൊന്നും കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ ഒന്നും അവഗണിച്ചിട്ടൊന്നുമില്ല. എപ്പോഴും അവർക്ക് വേണ്ടി നിലപാട് ശക്തമായി. എന്തായാലും ന്യൂസ് 18 അത്തരം വാർത്തകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനിയായാലും വാർത്തകൾ കൊടുക്കും എന്ന് കരുതി ഇടയ്ക്ക് ഒരു സമരമൊക്കെ വിട്ടുപോകുമെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാണ്. അല്ലാതെ ഏതെങ്കിലും ആളുകൾ മനഃപൂർവ്വമായി നഴ്സുമാർക്കെതിരായ നിലപാടൊന്നും കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവർക്ക് അനുകൂല നിലപാടുമാണുള്ളത്. മുൻ സർക്കാർ ഒപ്പിട്ടു എന്ന് വെച്ച് സർക്കാരിന് നടപ്പാക്കണം വേണ്ടയോ എന്ന് തീരുമാനിക്കുക, അല്ലാതെ നടപ്പാക്കിയേ പറ്റൂ എന്നൊരു നിയമമില്ലെന്നാണ് VC തോമസ് പറയുന്നത്. അടുത്തത് ഹജാസ് ഷെരീഫ്, അത് മംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, അത് ഇത്തിരി പ്രയാസമാണ് വായിക്കാൻ. പിന്നീട് നമസ്കാരമൊക്കെയാണ് പറയുന്നത്. ദ ഡിനയൽ ഓഫ് ഫണ്ട്സ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് notwithstanding, Kerala has improved its performance by a grade in the Union Ministry of Education's performance grading index 2.04 സ്റ്റേറ്റ്സ് 24-25 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. കേരളത്തിൻ്റെ ഇൻഡെക്സ് കൂട്ടിയതും ഈ കരാറുമായിട്ട് എന്താണ് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കരാറുമായിട്ട് നേരിട്ട് എന്താണ് ബന്ധം എന്നല്ലേ AK കൃഷ്ണൻകുട്ടിയുടേതാണ് വാചകം. രാഷ്ട്രീയത്തിൽ 80% ആളുകളും ഒരു ഉളുപ്പുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. ജയകുമാർ പറയുന്നു, കേരളം ഇന്ത്യ ഭരിക്കുമെന്ന് അയാളുടെ നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് മുരളി എന്നൊക്കെ പറയുന്നു. അത് വേറെ ആർക്കോ ഉള്ള മറുപടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
കരിക്കുലത്തിലും സ്കൂൾ സെലക്ഷനും സ്റ്റേറ്റിന് തന്നെ തീരുമാനം എടുക്കാമെന്ന് നന്ദകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ശശിധരൻപിള്ള പറയുന്നു, ഹലോ സുനിൽ, ജയകുമാർ, മുരളി, മണിമല, എല്ലാവർക്കും നമസ്കാരം. അതൊക്കെ പോട്ടെ, നമസ്കാരമൊക്കെ പോട്ടെ. എന്തായാലും ഫോർ ദി പീപ്പിൾ പറയുന്നു, കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണിത്, മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത എന്ത് തൊട്ടുകൂടായ്മയാണ് കേന്ദ്ര ഫണ്ട് കിട്ടുന്നതിൽ കേരളത്തിനുള്ളത് എന്ന് ചോദിക്കുന്നു. കേരളം മാത്രമല്ല, തമിഴ്നാടും ബംഗാളും ഒക്കെ ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.